ആശ്വാസത്തിന്റെ ചെറിയ ഒരു തരി നിമിഷപ്രിയയുടെ കാര്യത്തിൽ പുറത്തുവരികയാണ്. യമനിലെ സന ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കും എന്ന സൂചനകൾ പുറത്ത്. ഈ മാസം 16-ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കും എന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് വധശിക്ഷ മാറ്റിവെച്ചേക്കും എന്ന സൂചനയാണുള്ളത്. പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലാണ് ചർച്ച സംഘടിപ്പിക്കുന്നതെന്നാണ് വിവരം. യമൻ ഭരണകൂട പ്രതിനിധി, സുപ്രീം കോടതി ജഡ്ജ്, കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. തലാലിന്റെ സഹോദരനുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്നാണ് യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിനായി അതിവേഗ നീക്കമാണ് നിലവിൽ നടക്കുന്നത് എന്ന് മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി നിമിഷപ്രിയയുടെ ബന്ധുക്കൾക്കോ മോചനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ഷൻ കൌൺസിലിനോ ഇതുവരെ സാധിച്ചിരുന്നില്ല. യമനിലെ പ്രത്യേക സാഹചര്യങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളുമായിരുന്നു ഇതിന് കാരണം. നിമിഷപ്രിയ കഴിയുന്ന സനപ്രദേശം ഭരിക്കുന്നത് ഹൂതി പിന്തുണയുള്ള ഭരണകൂടവുമായി ബന്ധപ്പെടാനുള്ള മാർഗമില്ലാത്തതും തടസ്സമായി. യമനിലേക്ക് ചർച്ചയ്ക്കായി ഇന്ത്യൻ പൗരന്മാർക്ക് നേരിട്ട് പോകാനുള്ള പ്രയാസങ്ങളും നിലനിന്നിരുന്നു. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്താൻ ഗ്രാമമുഖ്യന്മാർ വഴി മാത്രമേ സാധ്യമാകുമായിരുന്നുള്ളൂ. ഇതിനെ മറികടക്കാൻ നിരവധി കടമ്പകൾ ഉണ്ടായിരുന്നു. നേരത്തെ ഈ വഴിയുള്ള ചർച്ചകൾക്കായി ഏറെ ശ്രമം നടന്നു എങ്കിലും അതും പൂർണ്ണമായി വിജയിച്ചില്ല. നിരവധി പ്രതിസന്ധികൾക്കിടയിലും മോചന ശ്രമം നടക്കുന്നതിനിടെയാണ് വധശിക്ഷ നടപ്പാക്കുന്നത് സംബന്ധിച്ച് വീണ്ടും അറിയിപ്പുണ്ടായിരിക്കുന്നത്. നിമിഷയുടെ കാര്യത്തിൽ മാത്രം എന്താണ് ഇന്ത്യ ഉറപ്പൊന്നും പറയാത്തത്? ഇതിലും സങ്കീർണമായ കേസുകളിൽ പലരെയും തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവന്ന ഇന്ത്യൻ എംബസിക്ക് ഇത്രയും ബുദ്ധിമുട്ട് എന്താണ് എന്ന നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് ചില കാരണങ്ങളുണ്ട്. അവയെക്കുറിച്ചുള്ള ചില സൂചനകൾ സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണി നൽകുകയും ചെയ്തിരുന്നു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സനയിലെ ജയിലിലാണ് നിമിഷ ഇപ്പോഴുള്ളത്. ഹൂതികൾക്ക് നയതന്ത്ര തലത്തിൽ അംഗീകാരമില്ല. അവരുമായി ആ നിലയിൽ ബന്ധപ്പെടാനും സാധിക്കില്ല. വധശിക്ഷ സസ്പെൻഡ് ചെയ്യണമെന്ന് അപേക്ഷിച്ച് യമൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കത്ത് നൽകിയിരുന്നത് ഫലവത്തായിരുന്നില്ല. ഇതുകൂടാതെ ഒരു ഷെയ്ഖിന്റെ സഹായത്തോടെ സമീപിച്ചു നോക്കിയിരുന്നു, അതും വിലപ്പോയില്ല. നയതന്ത്ര തലത്തിൽ ശ്രമിക്കാൻ കഴിയാത്തതിന് സ്വകാര്യ വ്യക്തികളിലൂടെയാണ് ശ്രമങ്ങൾ നടത്തുന്നത്. സർക്കാർ പൗരന്മാരുടെ സംരക്ഷണത്തിന് അങ്ങേയറ്റം പ്രതിബദ്ധമാണ് എന്ന് വെങ്കിട്ടരമണി കോടതിയെ അറിയിച്ചിരുന്നു. ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് സുന്ദീപ് മാത്വാസ് എന്നിവരാണ് കേസ് പരിഗണിച്ചത്. യമനിൽ ഇന്ത്യക്ക് എംബസിയില്ല. ഇതര രാജ്യങ്ങൾക്ക് പൊതുവെ അടുക്കാൻ കഴിയുന്നത് ഏദനിലേക്കാണ്. അവിടെ ഹൂതികളുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ നിമിഷപ്രിയ കഴിയുന്നത് ഹൂതി നിയന്ത്രണത്തിലുള്ള സനായിലാണ്. ഔദ്യോഗിക സർക്കാരുകളുള്ള ലോകത്തിന്റെ ഇതര ഭാഗങ്ങളോട് താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഇടമാണ് സന എന്ന് അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടുതൽ കാര്യങ്ങൾ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുന്ന നിമിഷപ്രിയയുടെ കേസിൽ സങ്കീർണതകൾ ഉണ്ടാക്കുമെന്നും വെങ്കിട്ടരമണി കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. വധശിക്ഷ താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണെന്നൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ട് എന്നും, എന്നാൽ അത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാം എന്ന് അറിയില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സർക്കാരിനുള്ള ഒരു പരിമിതി കൂടി അറ്റോർണി ജനറൽ എടുത്തു പറഞ്ഞിരുന്നു. ദയാധനം കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് ഇടപെടാൻ സാധിക്കില്ല. അതൊരു സ്വകാര്യ ഇടപാടാണ്. സർക്കാരിന്റെ പരിമിതികൾക്ക് പുറത്തുപോയി കാര്യങ്ങൾ ചെയ്യാൻ നിർവാഹമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രസിദ്ധ സുഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ യമനിൽ ചർച്ചകൾ നടക്കുകയാണ്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ സഹോദരൻ അടക്കമുള്ളവരുമായി ചർച്ച നടക്കുകയാണ്. യമൻ ഭരണകൂട പ്രതിനിധി, കോടതി, സുപ്രീം ജഡ്ജ് തുടങ്ങിയവരും ചർച്ചയിലുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.